പറഞ്ഞിരിക്കുന്ന ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന മെത്തേഡ്. ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന മെത്തേഡ് നമ്മളുടെ ലൈഫിൽ നമുക്ക് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ബിലീഫ് എന്നുള്ളത്, നമ്മുടെ വിശ്വാസം. അപ്പൊ നമ്മളുടെ വിശ്വാസം ഏറ്റവും മികച്ച രീതിയിൽ നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള റിസൾട്ട് നമുക്ക് എന്ത് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടാവും, പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് മീ എന്ന് കമന്റ് ചെയ്യാം. ജസ്റ്റ് കമന്റ് ഡൗൺ മീ, ജസ്റ്റ് കമന്റ് ഡൗൺ മീ. ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഡൗൺ മീ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അൻസാർ ഇസ് there. ഓക്കെ, ആയിഷ ബി. സോ ഒരുപാട് ആൾക്കാർ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന മോർണിംഗ് ക്ലാസ് എന്നുള്ളത്. അപ്പോ ഈ ഫസ്റ്റ് എക്സ്പീരിയൻസ് ബെസ്റ്റ് എക്സ്പീരിയൻസ് ആവാം, വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് ആവാം, ലാസ്റ്റ് എക്സ്പീരിയൻസ് ആവാം. ആ എക്സ്പീരിയൻസ് ആവണമെന്നുണ്ടെങ്കിൽ ഏതൊരു സെഷനും അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ നിൽക്കേണ്ട ഒരു, പ്രത്യേകിച്ച് ഫസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നവർ നിൽക്കേണ്ട ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. ആ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഒരു സീക്കറുടെ മൈൻഡ് സെറ്റാണ്. പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോൾ ഇറങ്ങുമ്പോഴും നമ്മളൊരു സ്റ്റുഡൻറ് മൈൻഡ് സെറ്റിലിരിക്കരുത്. സ്റ്റുഡൻറ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്താണോ ഇതുവരെ പഠിച്ചിട്ടുള്ളത് ആ കാര്യങ്ങളുമായി വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? കമ്പയർ ചെയ്യും. നമ്മൾ കമ്പയർ ചെയ്യും. എന്നെ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, കാണാനും കേൾക്കാനും പ്രോപ്പറായിട്ട് പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ സ്റ്റുഡൻറ് മൈൻഡ് സെറ്റിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ പലതിനെയും ക്വസ്റ്റ്യൻ ചെയ്യും. മുൻപ് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ച് കമ്പയർ ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യും. എന്നാൽ നമ്മൾ സ്റ്റുഡൻറ് മൈൻഡ് സെറ്റിൽ നിന്ന് മാറി നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളൊരു സീക്കറുടെ മൈൻഡ് സെറ്റ്, അതായത് സീക്കർ ഓഫ് ട്രൂത്ത് എന്ന് പറയും, സത്യം അന്വേഷിക്കുന്ന ആളുടെ മൈൻഡ് സെറ്റ്. സത്യം അന്വേഷിക്കുന്ന ആളുടെ മൈൻഡ് സെറ്റ്, സീക്രട്ട് മൈൻഡ് സെറ്റിൽ ഇരിക്കണം. സീക്രട്ട് മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ ആ സത്യം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ ഈ ലോകത്തുണ്ടെന്നും എനിക്ക് ഇവിടെ പറയുന്ന പല കാര്യങ്ങളും എന്നിലേക്ക് ഇതിനു മുൻപ് ഞാൻ കേട്ടിട്ടില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിൽ നിന്ന് ചില എതിർപ്പുകൾ വരാം, വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള കാര്യങ്ങൾ വരാം എന്നൊരു സംഗതിയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ അതെന്താ അങ്ങനെ എന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് പകരം നമ്മൾ വേണ്ടത് എന്താണ്? മേ ബി അതും ശരിയായിരിക്കാം എന്ന ഒരു തിങ്കിങ്ങിലേക്ക് നമ്മൾ വരിക. മേ ബി അതും ശരിയായിരിക്കാം എന്നൊരു തിങ്കിങ്ങിലേക്ക് നമ്മൾ വരണം. ആ തിങ്കിങ്ങിലേക്ക് വരുമ്പോഴാണ് നമ്മളുടെ ലൈഫിൽ റിസൾട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്, പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോ നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയുകയാണ്. 30-ാം തീയതി നമ്മളുടെ EFT ലൈഫ് മാസ്റ്ററി പ്രോഗ്രാം നടക്കുന്നുണ്ട്. 30 days പ്രോഗ്രാമാണ്. അതിൽ നിങ്ങൾക്കൊരു പേഴ്സണൽ കോച്ചിനെ വെച്ച് തരും. 10 days ലൈവായിട്ടുള്ള ക്ലാസ് ഉണ്ടാകും. ഇതിന് പുറമെ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന ഒരു പേഴ്സണൽ മെന്ററെ, ഹീലറെ വെച്ചുകൊണ്ട് നിങ്ങളുടെ ട്രോമാസ് ഹീൽ ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു ട്രോമ ഹീലിംഗ് വർക്ക്ഷോപ്പാണ്. EFT എന്ന് പറയുന്ന EFT ഇമോഷണൽ ഫ്രീഡം ടെക്നിക് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം. ലോ ഓഫ് അട്രാക്ഷൻ നമ്മളിൽ എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി നിൽക്കുന്ന ഒരു കാര്യമാണ് ബിലീഫ്. വാട്ട് ഈസ് എ ബിലീഫ്? ബിലീഫ് എന്ന് പറയുന്നത് ഒരു വിശ്വാസമാണ്. ഈ ബിലീഫ് എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? അറിയണം, മനസ്സിലാക്കണം. ബിലീഫ് രൂപപ്പെടുന്നത് നമ്മളുടെ ഉള്ളിൽ കുഞ്ഞുനാളില് 0 to 8 years എന്ന് പറയുന്ന ഒരു പീരീഡ് ഉണ്ട്. 0 മുതൽ 8 വയസ്സ് വരെയുള്ള പ്രായം. ആ പ്രായത്തിൽ, ആ സമയത്ത്
മനസ്സിലാകുന്നുണ്ട്? ആ പ്രായത്തിൽ, ആ സമയത്ത് നമ്മളുടെ ഉള്ളിലേക്ക് കടന്നുകൂടി നമ്മൾ അനുഭവിക്കുന്ന അനുഭവങ്ങളുണ്ട്. ഒരു കുട്ടി എന്ന നിലയ്ക്ക് നമുക്ക് കിട്ടേണ്ട സ്നേഹം നമുക്ക് കിട്ടുന്നതിന് പകരം ഒരുപാട് കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളുമാണ് കിട്ടിയത് എങ്കിൽ നമ്മളുടെ ഉള്ളിൽ ഒരു കഷ്ടപ്പാട് നിറഞ്ഞിട്ടുള്ള, പ്രയാസങ്ങൾ നിറഞ്ഞിട്ടുള്ള ജീവിതം നയിക്കാൻ ആവശ്യമായിട്ടുള്ള ബിലീഫുകളാണ് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവുക. ഈ ബിലീഫിനെ മറികടന്നാൽ മാത്രമേ നമുക്ക് നമ്മളുടെ ലൈഫിൽ സമ്പൽ സമൃദ്ധി നിറഞ്ഞിട്ടുള്ള ഒരു ജീവിതം, നല്ല ഐശ്വര്യവും നല്ല ആരോഗ്യവും നല്ല സമ്പത്തും നല്ല വളർച്ചയും ഉയർച്ചയും ഒക്കെ ലഭിക്കുന്ന ഒരു ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ബിലീഫിനെ എങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുക? നമ്മളുടെയൊക്കെ ഉള്ളിൽ ഏത് തരത്തിലുള്ള ബിലീഫാണ് ഉള്ളത് എന്നുള്ളതൊന്ന് സ്വയം പരിശോധിക്കണം. നമ്മളൊന്ന് സ്വയം പരിശോധിക്കണം. നമ്മളുടെ ഉള്ളിലുള്ള ബിലീഫ് ഏതായിരിക്കും? നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു സെൽഫ് ഇമേജ് ഉണ്ട്. ആ സെൽഫ് ഇമേജ് ആണ് നിങ്ങളുടെ ബിലീഫിന്റെ ഏറ്റവും മുകളിലുള്ള ലെയർ. അതായത് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കാൻ കഴിയുന്നത്. നിങ്ങളൊരു ദേഷ്യപ്പെടുന്ന വ്യക്തിയാണ്, നിങ്ങൾ കൊള്ളാത്തവനാണ്, അല്ലെങ്കിൽ കൊള്ളാത്തവളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിവില്ല എന്നൊരു ഇമേജാണ് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ളത്. നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളൊരു മടിയനാണ്, നിങ്ങൾക്ക് മടിയുണ്ട്, നിങ്ങൾക്കൊരു കൺസിസ്റ്റൻസി കിട്ടാത്ത ഒരാൾ. ഇതുപോലെ എന്ത് സെൽഫ് ഇമേജ് ആണ് നിങ്ങൾക്കുള്ളത്? സെൽഫ് ഇമേജ്. ഈ സെൽഫ് ഇമേജ് എവിടുന്നാ വരുന്നത്? സെൽഫ് ഇമേജ് ആണ് ഓവറോൾ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള വിശ്വാസം, നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്. നിങ്ങൾ എന്താണ്, നിങ്ങൾ ആരാണ്, നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് എന്നുള്ള നിങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ചിന്ത. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അവൻ്റെ പേര് ജോൺ എന്നായിരുന്നു. അപ്പൊ ഈ ജോണിനെ സംബന്ധിച്ചിടത്തോളം കൂടെ ജോലി ചെയ്തിരുന്നു കൊച്ചിയിൽ. ജോൺ എപ്പോഴും എന്ത് വെച്ചാൽ സംസാരിക്കുക, എടാ ഇതൊന്നും നടക്കൂലടോ, ഈ ലോകമൊക്കെ കഴിഞ്ഞിടോ, നമുക്കൊന്നും നല്ല അവസരങ്ങളില്ല, ഇനി അവസരം ഉണ്ടായിട്ട് എന്താ കാര്യം, നമ്മളെ കൊണ്ട് നടക്കുമോ, കാരണം നമ്മളൊക്കെ മടിയന്മാരാണ്. ഇങ്ങനെ ഈ രൂപത്തിൽ സംസാരിക്കുന്ന, സ്വന്തത്തെക്കുറിച്ച് നെഗറ്റീവായിട്ട് മാത്രം ചിന്തിക്കുന്ന, നെഗറ്റീവായിട്ട് മാത്രം വിശ്വസിക്കുന്ന, സംസാരിക്കുന്ന, ഇത് കഴിയില്ല, അത് കഴിയില്ല. ജോണ് കുറെ കാലത്തിന് ശേഷം എന്നെ കണ്ട സമയത്ത് എന്നോട് പറഞ്ഞിട്ട്, നീ എങ്ങനെയാണ്, നീ പണ്ട് അന്ന് അവിടെ കണ്ടിരുന്ന ഷാഫിയാണ്, നിനക്കെന്താ സംഭവിച്ചത്, നിനക്കെന്താ മാറ്റം ഉണ്ടായത്? ഒരുപാട് നാളുകൾക്ക് ശേഷം ഞങ്ങൾ കാണുമ്പോൾ നീ നിന്റെ കരിയറിലൊക്കെ ഒരുപാട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയല്ലോ, നീ എങ്ങനെ മാറിയത്? സംഗതി എന്താ വെച്ചാൽ ഇപ്പോഴും ഞാൻ സംസാരിക്കുമ്പോൾ ജോണിനെ കുറിച്ചുള്ള ചിന്തകൾ എന്ന് പറയുന്നത് സെയിമാണ്, അത് മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ലൈഫും ഇപ്പോഴും വലിയ രീതിയിൽ മാറ്റം സംഭവിച്ചിട്ടില്ല, കരിയറിൽ വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും പുള്ളി പറയുന്നതെന്ന് വെച്ചാൽ ഒരു ചായ കുടിക്കുമ്പോൾ പേടിയാണ്, എങ്ങനെ കിട്ടുന്ന വരുമാനത്തിൽ കണക്ക് നോക്കി ചെലവ് ചുരുക്കി അഡ്ജസ്റ്റ് ചെയ്ത് എഴുതി വെച്ച് ജീവിക്കേണ്ട അവസ്ഥയാണ്. ഉള്ളിലൊരു ആദിയോടുകൂടിയാണ് ഓരോ മാസവും കടന്നു പോകുന്നത്. അപ്പം പുള്ളി ഇപ്പോഴും ഇങ്ങനെ പുള്ളിയുടെ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി റിസ്ക് എടുക്കാനോ കാര്യങ്ങൾ ചെയ്യാനുള്ള ധൈര്യമില്ല. കാരണം സെൽഫ് ഇമേജ് എന്താണ്? എനിക്ക് പേടിയാണ്, ഞാൻ പേടിയുള്ള ഒരാളാണ്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന സെൽഫ് ഇമേജാണ്. ലോ ഓഫ് അട്രാക്ഷൻ നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മളുടെ
നമുക്ക് നമ്മളെക്കുറിച്ചിട്ടുള്ള സെൽഫ് ഇമേജ് കറക്റ്റ് ആവണം. നമ്മൾ ഫീൽ ചെയ്യുന്ന ഫീലിങ്സ് കറക്റ്റ് ആവണം. നമ്മളുടെ ഇമോഷൻസ് കറക്റ്റ് ആവണം. നമ്മുടെ വിശ്വാസം കറക്റ്റ് ആവണം. നമ്മുടെ ആക്ഷൻസ് കറക്റ്റ് ആവണം. ഈ ആക്ഷൻസ് കറക്റ്റ് ഇത് മൂന്നും ഒരേ രീതിയിൽ അലൈൻ ചെയ്ത് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവില്ല. നമ്മുടെ ചിന്തകള്, നമ്മുടെ വിശ്വാസങ്ങള്, നമ്മളുടെ ഫീലിങ്സ്, നമ്മുടെ വികാരങ്ങള്, ആ വികാരങ്ങൾ നമ്മൾ എന്ത് ഫീൽ ചെയ്യുന്നു, അതേപോലെ തന്നെ നമ്മുടെ പെരുമാറ്റങ്ങള്, നമ്മുടെ സെൽഫ് ഇമേജ്, നമ്മുടെ പ്രവൃത്തികൾ, ഇത്രയും കാര്യങ്ങൾ അലൈൻഡായി വന്നാൽ മാത്രമാണെന്ന് ചോദിച്ചാൽ അതിലൊരു കോൺഗ്രുവൻസി ഉണ്ടെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ പറയും. എന്താ ലോ ഓഫ് അട്രാക്ഷൻ? പുതുതായിട്ടുള്ള വരുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ലോകത്തൊരു നിയമമുണ്ട്. പ്രകൃതിയുടെ നിയമമാണ്, പ്രപഞ്ചത്തിന്റെ നിയമമാണ്, യൂണിവേഴ്സൽ ലോയാണ്. എല്ലാവർക്കും ഒരുപോലെ അപ്ലൈ ചെയ്യുന്ന സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ, നിങ്ങൾ എന്ത് സംസാരിക്കുന്നുവോ, നിങ്ങൾ എന്ത് മനസ്സിൽ കാണുന്നുവോ, നിങ്ങൾ എന്ത് ഫീൽ ചെയ്യുന്നുവോ, നിങ്ങളുടെ വികാരങ്ങൾ എങ്ങനെയാണോ പുറത്തു വരുന്നത്, നിങ്ങളുടെ പെരുമാറ്റം എങ്ങനെയാണോ, നിങ്ങളുടെ പ്രവൃത്തികൾ എങ്ങനെയാണോ, അതിനനുസരിച്ചിട്ടുള്ള അനുഭവങ്ങളും കാര്യങ്ങളുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക. നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്, ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ചാണ്. നിങ്ങൾ നല്ലത് ചിന്തിച്ചു, നല്ലത് പ്രവർത്തിച്ചു, നല്ലത് ഫീൽ ചെയ്തു, നല്ലത് സംസാരിച്ചു, നല്ലത് കണ്ടു, നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അതുമാത്രം സംസാരിച്ചു, അതുമാത്രം ചിന്തിച്ചു, അതുമാത്രം അതിനനുസരിച്ച് അതിന് മാച്ച് ആവുന്ന രീതിയിലുള്ള, അത് ലഭിക്കുമെന്നുള്ള രീതിയിലുള്ള ഫീലിങ്സുകൾ കൊടുത്തു, വിശ്വാസങ്ങൾ കൊടുത്തു, കാഴ്ചപ്പാട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള പ്രവൃത്തിയുടെ നിങ്ങൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളിലേക്ക് അത് സംഭവിക്കും. പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ വിശ്വാസം. നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള വിശ്വാസം വരുന്നത് എവിടുന്നാണ്? വിശ്വാസം വരുന്നത് നിങ്ങളുടെ പ്രവർത്തികളിൽ നിന്നാണ്, പാസ്റ്റ് ആയിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നാണ്. നിങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന്, നിങ്ങളുടെ പ്രവർത്തികളിൽ നിന്ന്, നിങ്ങൾ എന്താണോ റിപ്പീറ്റഡ് ആയിട്ട് കേട്ടത് അതിൽ നിന്നാണ് നിങ്ങളുടെ വിശ്വാസം വരുന്നത്. നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് എന്താണോ കണ്ടത്, എന്താണോ കേട്ടത്, എന്താണോ അനുഭവിച്ചത്, എന്താണോ നിങ്ങൾ പ്രവർത്തിച്ചത്, പെരുമാറിയത് എങ്ങനെയാണോ അതിൽ നിന്നാണ്, അതാണ് നിങ്ങളുടെ അനുഭവം, അതാണ് നിങ്ങളുടെ ഹിസ്റ്ററി. നിങ്ങളുടെ ഇമേജ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ പാസ്റ്റിൽ നിന്നാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു സെൽഫ് ഇമേജ്, ഇപ്പോൾ ഉള്ള ഇമേജ് എന്താ വെച്ചാൽ എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം. ചേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യണം? അത് നല്ലൊരു ഇമേജിലേക്ക് എന്ത് ചെയ്യണം? എത്തിക്കണം. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു നല്ല ഇമേജിലേക്ക് എത്തിക്കണം. ആ ഇമേജിലേക്ക് എത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഇമേജ് ആണോ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച്, നിങ്ങൾ സമ്പന്നനാണ്, സമ്പത്ത് ആകർഷിക്കാൻ കഴിവുള്ള ഒരാളാണ്, സമ്പത്ത് സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരാളാണ്, അതേപോലെ നിങ്ങൾക്ക് എല്ലാ ദിവസവും കാലത്ത് 5 മണിക്ക് എണീക്കാൻ കഴിയുന്ന ഒരാളാണ്, നന്നായിട്ട് ജോലി ചെയ്യാൻ കഴിയുന്ന ഒരാളാണ്, നന്നായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരാളാണ്, നല്ലൊരു ബിസിനസ് കെട്ടിപ്പടുക്കാൻ കഴിയുന്ന ഒരാളാണ് എന്ന ഒരു സ്വപ്നം മനസ്സിൽ കൊണ്ട് നടന്ന് അതിലേക്ക് നിരന്തരം നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, മനസ്സിലാവുന്നുണ്ട്? അതിലേക്ക് നിരന്തരം നിങ്ങൾ പ്രവർത്തിക്കുന്ന ആ കഴിവുള്ള ഒരാളാണ് എന്ന് നിങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സംഭവിക്കും. ഒരാളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിൽ അദ്ദേഹം വിശ്വസിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഒരു പ്രൊജക്റ്റിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ അദ്ദേഹം വിശ്വസിക്കേണ്ടതും അദ്ദേഹം ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വമുണ്ട്. അതിലേക്ക് ഇറങ്ങിത്തിരിച്ച് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നൊരു ഉത്തരവാദിത്വമുണ്ട്. അതിന് വേണ്ടിയിട്ട് എന്താ വെച്ചാൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ച് ഓരോ ദിവസവും അതിനുവേണ്ടി രാവിലെ എണീറ്റിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും ഓരോ ദിവസവും അത് എണീറ്റ് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാനുള്ള മനസ്സ് നമ്മൾ കാണിച്ചേ പറ്റും. വി ഹാവ് ടു ഗെറ്റ് അപ്പ് ആൻഡ് ഷോ അപ്പ്. ആൻഡ് ബിക്കോസ് നമ്മൾ നിരന്തരം ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കപ്പെടും. നിരന്തരം നിങ്ങൾ അതിനുവേണ്ടി, ആ ബിസിനസ്സിന് വേണ്ടി നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണം? കാരണം നിങ്ങൾ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന സംഗതിയുണ്ട്. നമ്മളെന്ന് വെച്ചാൽ എല്ലാ ദിവസവും വളരെ പാഷനേറ്റ് ആയിട്ട്
എണീറ്റിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം. അങ്ങനെ നിങ്ങൾ പ്രവർത്തിച്ചു നോക്ക്. സ്ഥിരമായിട്ട് പ്രവർത്തിക്കുക. അത് പണി പൂർത്തിയാകുന്നത് വരെ പ്രവർത്തിക്കുക. നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പൂർത്തിയാകുന്നത് വരെ പണിയെടുത്തേ പറ്റൂ എന്നുള്ള ചിന്തയിൽ എണീറ്റിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിരന്തരം അതിലേക്ക് ടൈം ഇട്ട്, എഫേർട്ട് ഇട്ട്, പ്ലാൻ ചെയ്ത്, കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങളിലേക്ക് വരും. നിങ്ങളുടെ സെൽഫ് ഇമേജ് ചേഞ്ച് ആയി തുടങ്ങും. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നവരാണ് എന്നുള്ള ഫീലിങ്സ് വരും. നിങ്ങൾ നിരന്തരം ആ പാഷൻ കാണിക്കണം, അതിൽ വിശ്വസിക്കണം. ഇതെന്നെ കൊണ്ട് സാധിക്കും, 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 പോസിബിളാണ്, 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 പോസിബിളാണ് എന്ന ചിന്ത നിങ്ങൾക്ക് വേണം. ക്ലിയർ ആണോ? നമ്മളെ കൊണ്ട് ഇത് പോസിബിൾ ആണ് എന്നുള്ള ചിന്ത നമുക്ക് വേണം. എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ഒരു കാര്യം എഴുതി വെക്കും. നമ്മുടെ സെഷനിൽ ഇരിക്കുമ്പോൾ എല്ലാവരും നോട്ട് പാഡും പേനയും എടുത്തിട്ടിരിക്കാം. അപ്പൊ ഇന്ന് ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഡസന്റ് മാറ്റർ ഹൂ യു ആർ റൈറ്റ് നൗ, വേർ യു ആർ റൈറ്റ് നൗ, ഇറ്റ് ഡസ് മാറ്റർ ഹൂ യു വാണ്ട് ടു ബിക്കം ആൻഡ് വേർ യു വാണ്ട് ടു ഗോ. നിങ്ങൾ ആരാണ് എന്നുള്ളതല്ല പ്രധാനം, നിങ്ങൾ എവിടെയാണ് എന്നുള്ളതല്ല പ്രധാനം, നിങ്ങൾക്ക് ആരായി തീരണം, നിങ്ങൾക്ക് എവിടേക്ക് എത്തിച്ചേരണം എന്നുള്ളതാണ് പ്രധാനം. ഇന്നലത്തെ വളരെ പ്രധാനപ്പെട്ട ലേണിംഗ് ആയിരുന്നു. ഇന്ന് നമ്മൾ പറയാണ്, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, whatever that you want, you can create, you can achieve, you can attract with the power of law of attraction. You can create, you can achieve, you can be by attracting with the power of law of attraction. ലോ ഓഫ് അട്രാക്ഷന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും, അത് നിങ്ങൾക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റും, അത് നിങ്ങൾക്ക് ആയിത്തീരാൻ പറ്റും. സൗണ്ട് കുറവാന്ന് പറയുന്നുണ്ട്. സൗണ്ട് കുറവാണോ? എൻ്റെ ശബ്ദം പോയിട്ടുണ്ട്, ആ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ടാപ്പ് ചെയ്തിട്ട് EFT മെത്തേഡ് ഇന്നലെ രാത്രി ഇത്രയില്ലായിരുന്നു. അപ്പോൾ ടാപ്പ് ചെയ്തിട്ടാണ് ഇത് തിരിച്ചു പിടിച്ചത്. സോ സെഷൻ എടുക്കണമെന്നല്ലേ? ഓക്കെ, സെറ്റാണെന്നാ പറയുന്നത് ഇല്യാസ്. താങ്ക് യു. ഓക്കെയാണ്. ഫജ്രി, നിങ്ങളുടെ ഇതൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. പറഞ്ഞതുപോലെ നമ്മളുടെ ലൈഫിൽ നമുക്ക് വേണ്ടത് എന്താണോ അത് നിരന്തരം നിങ്ങൾ പണിയുക. രാവിലെ എണീക്കുക, ഇതിനെ ഇറങ്ങിത്തിരിക്കുക, പണിയുക. പണി പൂർത്തിയാകുന്നത് വരെ, ഒരു വീട് പണി തുടങ്ങിക്കഴിഞ്ഞാൽ അത് പൂർത്തിയാകുന്നത് വരെ പണിയെടുത്തു കഴിഞ്ഞാൽ അത് വിജയിക്കും. അപ്പൊ ചോദിക്കും, എങ്ങനെ പൂർത്തിയാക്കും? അതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്. തടസ്സങ്ങളിലേക്ക് നോക്കാം. നമ്മൾ പണിയെടുത്തുകൊണ്ടേയിരിക്കുക, കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ഓരോ ദിവസവും നമ്മൾ കറക്റ്റാക്കാൻ ഒരാൾ തീരുമാനിക്കുകയാണ്. ഇതെനിക്കൊരു ഒരു കമ്പനി, ഒരു സാധനം ബിൽഡ് ചെയ്തിട്ട് എനിക്കത് പൂർത്തിയാക്കണം, എനിക്കതിൻ്റെ പണി പൂർത്തിയാക്കണം, എനിക്കത് വിജയിപ്പിച്ചെടുക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ ആഗ്രഹിച്ച് വിശ്വസിച്ചങ്ങ് ഇറങ്ങുക. വിശ്വാസമാണ് പ്രധാനം. അപ്പൊ അതിനെന്ത് ചെയ്യണം? രാവിലെ നമുക്കൊരിക്കലും സംശയം ഉണ്ടാവരുത്, ബിലീഫിൽ സംശയം ഉണ്ടാവരുത്. എന്നെ കൊണ്ട് പറ്റുമോ? സംശയിച്ച് നിൽക്കരുത്. സംശയം വരാം, അപ്പൊ പറയച്ച് ഓക്കെ. കാരണം എൻ്റെ ഉള്ളിലുള്ള സെൽഫ് ഇമേജ് ആണ്, എൻ്റെ ഉള്ളിലുള്ള ഇതിനു മുൻപുള്ള സബ് കോൺഷ്യസ് മൈൻഡിലുള്ള വിശ്വാസങ്ങളാണ് എന്നെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിക്കുന്നത്. ഞാൻ അനുഭവിച്ച പഴയ കാര്യങ്ങൾ വെച്ചാണ്. ഇറ്റ്സ് ഓക്കെ പറയാം, ഇറ്റ്സ് ഓക്കെ എന്ന് പറയാം, സാരമില്ല. എന്നിട്ട് എന്ത് ചെയ്യാം? നമ്മൾ നമ്മളെ തന്നെ ആശ്വസിപ്പിച്ചിട്ട് എന്ത് ചെയ്യാം? എഗെയിൻ നമ്മൾ നമ്മളോട് പറയാം, ഐ ലവ് മൈസെൽഫ്, എന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ആൻഡ് ഐ ക്യാൻ ഡു ദിസ്. ഡേ ബൈ ഡേ ഐ എം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ. ഓരോ ദിവസം കഴിയുന്തോറും ഞാൻ മികച്ചതായിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസം കഴിയുന്തോറും ഞാൻ മികച്ചതായിക്കൊണ്ടിരിക്കുന്നു. ഡേ ബൈ ഡേ ഐ ആം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ.
നമ്മൾ പറയാം ഈ വാചകങ്ങൾ നമ്മളോട് പറഞ്ഞ് നിരന്തരം ശ്രമിച്ച് ഇംപ്രൂവ് ചെയ്ത് അതായത് നമുക്ക് എന്താണ് സൃഷ്ടിക്കേണ്ടത് എന്നുള്ളതിന്റെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു എൻഡ് റിസൾട്ട് നമ്മൾ കാണണം. വ്യക്തമായിട്ട് എന്താണ് നിങ്ങൾക്ക് പണിതെടുക്കേണ്ടത്, ഏത് ലൈഫാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ആ എൻഡ് റിസൾട്ട് നിങ്ങൾ മനസ്സിൽ കാണുക. ബിഗിൻ വിത്ത് ദ എൻഡ് ഇൻ മൈൻഡ് എന്ന് പറയും. മനസ്സിൽ ഒരു എൻഡ് കാണുക. എങ്ങനെയാണ് എൻ്റെ ലൈഫ് വേണ്ടത്, അത് എല്ലാ രൂപത്തിലും എഴുതി വെക്കുക. അതിനെ നമ്മൾ വിളിക്കും ഗോൾ എന്നല്ലേ. ബിഗിൻ വിത്ത് ദ എൻഡ് ഇൻ മൈൻഡ്. നിങ്ങൾക്ക് എന്താണോ സൃഷ്ടിക്കേണ്ടത് അതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യാം. അത് സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക, രണ്ടും കൽപ്പിച്ചിറങ്ങുക. ശരിയാണോ? ഇവ രണ്ടും കൽപ്പിച്ച് എന്ത് ചെയ്യണം, ഇറങ്ങണം. രണ്ടും കൽപ്പിച്ചിറങ്ങുക. എൻഡ് ഗോള് കാണണം. നിങ്ങൾക്ക് ബിസിനസ് ആണോ ബിൽഡ് ചെയ്യേണ്ടത്, അതല്ല നിങ്ങൾക്ക് ബിൽഡ് ചെയ്യേണ്ടത് നല്ലൊരു ആരോഗ്യമുള്ള ജീവിതം, അതല്ല നിങ്ങൾക്ക് ബിസിനസ്സും വേണം ആരോഗ്യം വേണം. എഴുതി വെക്കും. അതെങ്ങനെയാ വേണ്ടത് എന്നുള്ളത് ഫൈനൽ ഔട്ട്കം എഴുതി വെക്കും. ആ ഫൈനൽ ഔട്ട്കം എഴുതി വെച്ചിട്ട് അതെന്നെ കൊണ്ട് സാധ്യമാണ് എന്ന് ആദ്യം വിശ്വസിക്കുക. വിശ്വസിച്ച് കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ പകുതി യാത്ര നടത്തി കഴിഞ്ഞു എന്നാ പറയാം. വിശ്വസിച്ചവൻ അത് നടക്കുമെന്ന് വിശ്വസിച്ചവൻ പകുതി യാത്ര നടത്തി കഴിഞ്ഞു. ഇനി പകുതി യാത്ര ചെയ്യാനുണ്ട്. കാരണം വിശ്വാസത്തിനാണ് അത്രയ്ക്കും പ്രാധാന്യം. വിശ്വാസം ഉണ്ടെങ്കിലേ നല്ല കഴിവ് പുറത്തു വരുള്ളൂ. വിശ്വാസം ഉണ്ടെങ്കിലേ നിങ്ങൾ പണിയെടുക്കുള്ളൂ. അത് നടക്കുമെന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിലേ നിങ്ങളിലേക്ക് ആൾക്കാർ നിങ്ങളെ സഹായിക്കാൻ വരും. നിങ്ങൾക്ക് വിശ്വാസം വേണം. നിങ്ങൾ തന്നെ സംശയിച്ച് നിൽക്കാൻ പാടില്ല. യു ഹാവ് ടു ബിലീവ് that we are going to do this, that I am going to do this. ഞാൻ ഇത് ചെയ്യാൻ പോവുകയാണ്. ഇത് ഞാൻ ചെയ്തേ അടങ്ങൂ. എനിക്കിതിൽ നിന്നൊരു തിരിച്ചു പോക്കില്ല. ഞാൻ എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്തിരിക്കും. ഞാൻ ആഗ്രഹിച്ച ബിസിനസ് ഞാൻ ബിൽഡ് ചെയ്തെടുക്കും. ഞാൻ ആഗ്രഹിച്ച ജീവിതം ഞാൻ കെട്ടിപ്പടുക്കും. ഞാൻ ആഗ്രഹിച്ച രീതിയിൽ എന്ത് ചെയ്യും, ഞാൻ എൻ്റെ ഫാമിലിയെ ബിൽഡ് ചെയ്തെടുക്കും. എൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന പ്രൊജക്റ്റുകൾ ഞാൻ ചെയ്യും. This is my dream and I am going to do it. സോഷ്യൽ മീഡിയയിൽ കാണുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള വ്ളോഗേഴ്സോ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ബിസിനസ്സുകാർ, ഇവരൊക്കെ അവരുടെ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാണ്. അവരൊക്കെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ ഒരു ഗോൾ ഉണ്ട്. നിങ്ങളുടെ ഒരു ഗോൾ സെറ്റ് ചെയ്യണം. നിങ്ങളുടെ എൻഡ് റിസൾട്ട്, എന്ത് ലൈഫ് വേണം, ഇതിങ്ങനെ തന്നെ ചെയ്തേ പറ്റും. ചുമ്മാ കേട്ടിരുന്നിട്ട് കാര്യമില്ല. പണിയെടുക്കണം. തയ്യാറാണോ? നടക്കുമോ? പണിയെടുക്കാൻ റെഡിയാണോ? ആർ യു റെഡി? ഇഫ് യു ആർ റെഡി, ജസ്റ്റ് കമന്റ് ഡൗൺ റെഡി. ജസ്റ്റ് കമന്റ് ഡൗൺ റെഡി. പണിയെടുക്കാൻ റെഡിയാണ്. റെഡി? ജസ്റ്റ് കമന്റ് ഡൗൺ എവ്രിബഡി. ഈ റെഡി എന്ന് എഴുതാൻ പോലും റെഡി അല്ലാത്തവന്മാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൂടെ നാട്ടത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഒരു റെഡി എന്ന് കമന്റ് ചെയ്യാൻ പോലും റെഡി അല്ലെങ്കിൽ ഇതിലും വലിയ പ്രയാസമാണ് എന്ത്, ആ സ്വപ്നം കെട്ടിപ്പടുക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? സോ ബി റെഡി, സ്റ്റേ എക്സൈറ്റഡ്. വെറുതെ രസമായിട്ട് എക്സൈറ്റഡ് ആവും. ആ എക്സൈറ്റ്മെന്റിൽ നിന്ന് ഒരു എനർജി കിട്ടട്ടെ, ഒരു മൊമെന്റം കിട്ടട്ടെ, ഒരു കോൺഫിഡൻസ് കിട്ടട്ടെ, ഒരു തുടർച്ച കിട്ടട്ടെ. അത് തുടർന്നങ്ങ് പോവുക. എന്തിനാ ഈ പ്രോഗ്രാമിലേക്ക് വന്നത്, എന്തിനാ ഈ ക്ലാസ്സിലേക്ക് വന്നത്, എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? ലൈഫ് ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് മാത്രമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വരില്ല. യെസ് ഓർ നോ? വരില്ല. ഇവിടെ വന്നിരിക്കുന്നത് റിസൾട്ട് ഉണ്ടായേ പറ്റൂ, റിസൾട്ട് ചേഞ്ച് ചെയ്തേ പറ്റൂ, എൻ്റെ ലൈഫ് മാറ്റിയെടുത്തേ പറ്റൂ എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ് അവിടെ വന്നത്. അപ്പൊ അതിന് പണിയെടുത്തേ പറ്റൂ, അതിന് വിശ്വസിച്ചേ പറ്റൂ, നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്ന് വിശ്വസിച്ചേ പറ്റൂ. അപ്പൊ എൻഡ് റിസൾട്ട് കണ്ടിട്ട് എന്താണ് വേണ്ടത് അത് എഴുതാൻ തയ്യാറാവും. ഗോളുകൾ എഴുതാൻ തയ്യാറാവും. ചുമ്മാ കേട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നടക്കൂല. ചുമ്മാ ഇങ്ങനെ ഇവിടെ നിന്നിരുന്നിട്ട് രാവിലെ നിന്നിട്ട് ഓക്കെ റെഡി, ഞാനിങ്ങനെ ഓക്കെ റെഡി, മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് ഞാൻ റെഡിയാണ്. ഇവിടെ ഇങ്ങനെ വന്നിരുന്ന് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒരു അരിച്ചാക്ക് വന്നിരിക്കുന്ന മാതിരി ഇരുന്ന് കഴിഞ്ഞാൽ, അനങ്ങാതെ ഇരുന്ന് കഴിഞ്ഞാൽ, ഒന്നും ചെയ്യാതെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. വല്ലതും നടക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാൻ,
എഴുതാൻ, വർക്ക് ചെയ്യാൻ, അതിന് വേണ്ടിയിട്ട് സ്വപ്നം കാണാൻ, ഇരിക്കാൻ, എക്സൈറ്റഡ് ആയിട്ട് യാത്ര ചെയ്ത് ഇരുന്ന് ചിരിച്ച് അത് വേണ്ടിയിട്ട് എവിടെ പോകണം അവിടെ പോയിട്ട് പ്ലാൻ ചെയ്ത് ഡിസ്കസ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാൻ തയ്യാറുണ്ട്, പണിയെടുക്കാൻ തയ്യാറുണ്ട്, റിസൾട്ട് വരും. രണ്ടും കൽപ്പിച്ചിറങ്ങിയ ഒരാളെ തോൽപ്പിക്കാൻ പറ്റുള്ളൂ. അവന്റെ മുൻപിൽ ഈ പ്രപഞ്ചം എന്ത് ചെയ്യും? കാര്യങ്ങൾ സാധിച്ചു കൊടുക്കൽ, അത് വേറെ വഴിയില്ല. രണ്ടും കൽപ്പിച്ചിറങ്ങി. രണ്ടും കൽപ്പിച്ചാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, രണ്ടും കൽപ്പിച്ചാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ജസ്റ്റ് കമന്റ് ഡൗൺ 2 എന്ന് കമന്റ് ചെയ്യും. ജസ്റ്റ് കമന്റ് ഡൗൺ 2. രണ്ടും കൽപ്പിച്ചിറങ്ങിയ ആൾക്കാരാണ്. നോട്ട് ഡു 2, രണ്ടും കൽപ്പിച്ചിറങ്ങിയിട്ടുള്ള ആളാണ്. യെസ്, ഇറങ്ങി തിരിച്ചേ പെട്ടു. ഇന്നലെ എന്നോട് നമ്മുടെ സെലീന, പേഴ്സണൽ എന്ന് പറഞ്ഞ നമ്മുടെ മെമ്പറാണ്, നമ്മുടെ ക്ലാസ്, നമ്മുടെ കോഴ്സ് ചെയ്തിട്ടുള്ള ആളാണ്. ഇന്നലെ എന്നോട് വന്നിട്ട് ഇങ്ങനെ സെലീന എന്നെ സംസാരിച്ചു. സെലീന സംസാരിക്കുമ്പോൾ, സെലീന, ക്യാൻ ഐ ഷെയർ ദ സ്റ്റോറി? ഫുള്ളൊന്നും എല്ലാം പറയല്ല, ബട്ട് ക്യാൻ ഐ ഷെയർ ദ സ്റ്റോറി? നമ്മുടെ എക്സ്പീരിയൻസ് പറയാൻ പറ്റുമോ? സെലീന, ആർ യു ദേർ? യെസ്. അപ്പം സെലീന വന്നിട്ട് എന്താ വെച്ചാല് എന്നോട് ഇങ്ങനെ പറഞ്ഞു, സാർ എനിക്ക് കുറെ തടസ്സങ്ങളാണ്, എനിക്കിങ്ങനെ ഒന്നും ശരിയാവുന്നില്ല, ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ജോലിയൊന്നും റെഡിയാവുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ ഇങ്ങനെ. അപ്പൊ ജോലിന്റെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറി, അവിടുന്ന് ജോലി ഇറങ്ങി, പിന്നെ ലൈക്ക് അത് ശരിയായില്ല, പുതിയൊരു ജോലി കിട്ടിയിട്ടുണ്ട്, പക്ഷെ അവിടേക്ക് പോകണം സംശയമാണ്, അതിനിടയിൽ ഫ്രീലാൻസ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, വേറെ ഇതിൽ ഇറങ്ങണോ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. സെലീനയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് മാസം 9 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അത്രയ്ക്കും കഴിവുള്ള ആളാണ് സെലീന. അത്രയ്ക്കും 9 ലക്ഷം രൂപ മാസം വരുമാനം ഉണ്ടാക്കാൻ കഴിവുള്ള ആളാണ്. സെലീനയെ കുറിച്ചുള്ള, സെലീനയ്ക്കുള്ള സെൽഫ് ഇമേജ് എന്താണ്? സെൽഫ് ഇമേജ് എന്ന് പറയുന്നത് ഒരു 20-25,000 രൂപ ശമ്പളം വരുമാനം എനിക്ക് മാസം കിട്ടണം. ഇമേജ് എന്താണ്? ഞാനൊരു എംപ്ലോയി ആണ്, സെൽഫ് എംപ്ലോയി ആണ്. പക്ഷെ ആക്ച്വലി അവരുടെ ഉള്ളിൽ ഞാൻ ഇന്നലെ എന്ത് ചെയ്തു? ഇരുന്നിട്ട് ആകെ പോസ്റ്റ്മോർട്ടം നടത്തി, കീറി മുറിച്ചു, വലിച്ച് കീറി മുറിച്ച് എന്ത് ചെയ്തു? എന്താണ് സെലീനയ്ക്ക് കപ്പാസിറ്റി എന്നുള്ളത് കാണിച്ചു, എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ എന്നോട് സെലീന പിന്നെയും പറയണത്, അല്ല സാർ, പേടിയാണ് സാർ. ഞാൻ പറഞ്ഞു, ഒന്നുകിൽ രണ്ടും കൽപ്പിച്ചിറങ്ങാം, ഇല്ലെങ്കിൽ നമ്മൾ ഇനി സംസാരിക്കണ്ട. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ സംസാരിക്കണ്ട. ഉള്ളത് പോലെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. അത്രയ്ക്കും കഴിവുള്ള, കപ്പാസിറ്റിയുള്ള, സാധ്യതയുള്ള കുട്ടിയാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല്, നമ്മൾക്ക് നമ്മളെ കുറിച്ചിട്ടുള്ള സെൽഫ് ഇമേജ് മാറണം. എന്നെ കൊണ്ട് സാധ്യമാണ് എന്ന് വിശ്വസിക്കാം, അന്ധമായി വിശ്വസിക്കുക. എങ്ങനെ ചിന്തിക്കണ്ട, എങ്ങനെ എന്നുള്ളതൊരു വിഷയമേ അല്ല. കാരണം ഈ വിശ്വാസമുള്ള ഒരാൾക്ക് എങ്ങനെ ഞാൻ നേടിയെടുക്കും, അല്ലെങ്കിൽ എന്ത് അത് നേടിയെടുക്കുന്നുള്ള വിശ്വാസമുള്ള ഒരാൾക്ക് എങ്ങനെ എന്നുള്ളത് ഓപ്പൺ ആയിട്ട് വരും, വഴി തുറന്ന് വരും. അങ്ങനെ വിശ്വസിച്ചവർക്കേ അത് വന്നിട്ടുള്ളൂ കേട്ടോ. വിശ്വസിച്ചേ പറ്റൂ. നിങ്ങൾ ആഗ്രഹിച്ച സ്വപ്നമല്ലേ, അത് വീണ്ടും എടുത്ത് എഴുതുക. പൊടി തട്ടിപ്പോയില്ലേ, പൊടി പിടിച്ച് കിടക്കുന്നില്ലേ, എഴുതി വെച്ചിരുന്നു. ആ കോഴ്സിൽ വന്നിട്ട്, ക്ലാസ്സിൽ വന്നിട്ട് എഴുതി വെച്ച സ്വപ്നമുണ്ട്. അത് എടുത്ത് നോക്കിയിട്ട് എത്ര ദിവസമായി? അത് എഴുതി വെച്ച് അവിടെ കിടക്കാണ്, അല്ലെങ്കിൽ മനസ്സിന്റെ എവിടെയോ ഉള്ളിൽ കിടക്കണം, എഴുതിയിട്ടുണ്ടാവില്ല. അതുണ്ട്, എന്റെ ഉള്ളിലുണ്ട്, മനസ്സിലുണ്ട്. എന്താ വേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വ്യക്തമായ ക്ലാരിറ്റി ഇല്ല, പറയാൻ കഴിയില്ല, പപ്പ പഠിക്കും. ഇവൻ എന്താ വെച്ചാൽ ഇവന്റെ ഉള്ളിൽ ഇതുണ്ട് ആഗ്രഹമായിട്ട്, അതുപോരാ. അത് വ്യക്തമായിട്ട് എഴുതിയിട്ട് വിഷൻ ബോർഡിൽ കയറ്റിയിട്ട് നമ്മുടെ മുൻപിൽ എന്താ വെച്ചാൽ നമുക്കത് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ലാപ്ടോപ്പിലാണെങ്കിലും അതിൽ ഹോം സ്ക്രീനിൽ അത് കാണിച്ച്, നമ്മുടെ ഫോണിലാണെങ്കിലും അതിൽ കാണിച്ചിട്ട് നമുക്ക് എന്താ വേണ്ടത് അത് വളരെ വ്യക്തമായി. ഇതാണ് എനിക്ക് ബിൽഡ് ചെയ്യേണ്ടത്. എവറി ഡേ ഐ ആം ഗോയിങ് ടു ഗെറ്റ് അപ്പ് ആൻഡ് ഡു സംതിങ് ഫോർ ദാറ്റ്. ഞാൻ രാവിലെ എണീറ്റിട്ട് ഞാൻ എല്ലാ ദിവസവും പണിയെടുക്കാൻ പോകുന്നത്, ചിന്തിക്കാൻ പോകുന്നത്, സംസാരിക്കാൻ പോകുന്നത്, പ്രവർത്തിക്കാൻ പോകുന്നത്, പ്ലാൻ ചെയ്യാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ്. സ്വപ്നത്തെക്കുറിച്ചാണ്, എന്റെ ലക്ഷ്യത്തെക്കുറിച്ചാണ്, എനിക്ക് വേണ്ട ഈ കാര്യത്തെക്കുറിച്ചാണ്, എന്റെ ഈ ബിസിനസിനെ കുറിച്ചാണ്. ഇതാണ്.
എന്ന ഭ്രാന്തമായ അവസ്ഥ ഉണ്ടാവും. ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് ഭ്രാന്തം ആണ്? ഭ്രാന്തുള്ളവരെ എന്തെങ്കിലും നേടിയിട്ടുള്ളൂ. സാധാരണക്കാരെ പോലെ ജീവിച്ചു കഴിഞ്ഞാൽ, സാധാരണക്കാരനെ പോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ അതുപോലെ ആയിത്തീരും, അത്രേ ഉള്ളൂ. അതാണോ നമുക്ക് വേണ്ടേ? യു വാണ്ട് സംതിങ് ഡിഫറെന്റ്, സംതിങ് സ്പെഷ്യൽ വേണം അല്ലേ വേണ്ടേ? അപ്പൊ ആ സ്വപ്നത്തിലേക്ക് രണ്ടും കൽപ്പിച്ച് ഇറങ്ങുക. എന്താ വേണ്ടത് തീരുമാനിക്കുക. രാവിലെ എണീക്കുക, പണിയെടുക്കുക. വേറൊന്നുമില്ല, സിമ്പിളാണ്. പണിയെടുക്കണം. അവിടെ ഇങ്ങനെ പഴംപൊരി ഇരിക്കുന്ന മാതിരി ഇരുന്നാൽ കാര്യം നടക്കൂല. ആരെങ്കിലും ഒക്കെ കൊണ്ടുപോയി അങ്ങ് തിന്നു കളയും. പിന്നെ ഇങ്ങനെ നോക്കേണ്ടി വരും. എന്തപ്പോഴും ഉണ്ടായേ. മനസ്സിലാവുന്നുണ്ടോ? നല്ല സ്ട്രോങ് ആയിരിക്കണം. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പണിക്ക് പോകണം. നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇങ്ങനെ പറയാം, wake up, get up, dress up, show up and fight for your dream. എന്താണ്? wake up, ഉണരുക. get up, ബെഡിൽ നിന്ന് എണീക്കുക. dress up, കുളിച്ചൊരുങ്ങുക. and show up, പണിസ്ഥലത്തേക്ക് എത്തുക. and fight for your dreams, ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഫൈറ്റ് ചെയ്യുക, പണിയെടുക്കുക. വർക്ക് ഫോർ യുവർ ഡ്രീം. മനസ്സിലാകുന്നുണ്ടോ? പണി തുടങ്ങുക, വേറെ വഴിയില്ല. സോ നിങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമേജ് ചേഞ്ച് ആകും, നിങ്ങളുടെ സെൽഫ് ഇമേജ് ചേഞ്ച് ആകും, നിങ്ങളുടെ പ്രവർത്തികൾ അലൈൻഡ് ആകും. പിന്നെ റിസൾട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. റിസൾട്ട് വരും ചെറുതായിട്ട്, ചെറിയ അളവിലേക്ക്. മനസ്സിലാവുണ്ടോ? wake up, get up, dress up, show up and start up. സ്റ്റാർട്ടപ്പ് എന്താണ്? പണി തുടങ്ങുക. ഫൈറ്റ് ഫോർ യുവർ ഡ്രീം. അപ്പോ എല്ലാ ദിവസവും ഇത് ചെയ്യാൻ തയ്യാറായേ പറ്റും. ഒരാൾ മനസ്സിലാക്കുക, ഒരാളും നിങ്ങളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് വരാൻ പോകുന്നില്ല, പണിയെടുക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ അസുഖം മാറണോ, നിങ്ങൾ ഹീൽ ചെയ്തേ പറ്റൂ, നിങ്ങൾ ടാപ്പ് ചെയ്തേ പറ്റൂ. നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറണോ, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മാറണോ, ചേഞ്ച് ഇറ്റ് ബൈ വർക്കിംഗ് ഹാർഡ്. നിങ്ങൾ പണിയെടുത്തിട്ട് ചേഞ്ച് ചെയ്യാം. വേറെ ആരും വന്നിട്ട് അത് ചേഞ്ച് ചെയ്ത് തരൂല. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അപ്പൊ അങ്ങനെ പറഞ്ഞു, കുറേ കാലം ഷാഫി, ഞാൻ കുറേ കാലം ഞാനൊരു സ്വപ്ന ലോകത്തായിരുന്നു. ഞാനൊരു മാജിക്, എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, ആരെങ്കിലുമൊക്കെ വന്നിട്ട് എന്നെ രക്ഷപ്പെടുത്തും എന്ന ഒരു വിശ്വാസത്തിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു. എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങോട്ട് എന്തെങ്കിലും ഒരു ലോട്ടറി അടിക്കുക, എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഞാൻ പറഞ്ഞു, ആ വിശ്വാസത്തിനനുസരിച്ചുള്ള കണ്ടിന്യൂസ് ബിലീഫും ആ സ്വപ്നം എന്താണോ അത് ക്ലാരിറ്റിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, അതിനനുസരിച്ച് വിശ്വസിക്കുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തികളും ഫീലിങ്സുകളും നിരന്തരം കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ അത് സംഭവിച്ചാണ്. പക്ഷെ അതൊന്നും കൊടുക്കാതെ ജസ്റ്റ് ഇങ്ങനെ നടക്കുമായിരിക്കും എന്ന് ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കും. റിയാലിറ്റി എന്താ വെച്ചാൽ നമ്മൾ പണിയെടുക്കണം. ഈ അനശ്വല പറയുന്നു, ഡ്രീംസിന് വേണ്ടി വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതൽ സ്ട്രഗിൾസ് വരുന്നു. ഹൗ ക്യാൻ ഓവർകം? ഡ്രീമിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുമ്പോൾ സ്ട്രഗിൾസ് വരും. എൻജോയ് ദ സ്ട്രഗിൾ. എൻജോയ് ദ സ്ട്രഗിൾ. ആ സ്ട്രഗിൾ എൻജോയ് ചെയ്യണം. ആ സ്ട്രഗിൾ എൻജോയ് ചെയ്യണം. വേറെ വഴിയൊന്നുമില്ല. വരും. സ്ട്രഗിളിനെ ഒഴിവാക്കാൻ പറ്റും. സ്ട്രഗിൾ ഇല്ലാത്തൊരു വഴി വേണം. ഈ സ്ട്രഗിൾസ് എന്തിനാ വരുന്നത്? നിങ്ങളെ ടെസ്റ്റ് ചെയ്യാണ്. ആ ഗോളിന് നിങ്ങൾ, ആ ലക്ഷ്യത്തിന് നിങ്ങൾ അർഹനാണ്.
ആ സ്ട്രഗിൾസ് വരും, ഇതൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. ചിലപ്പോൾ വന്നുകൊണ്ടേയിരിക്കും, വരട്ടെ. അത് നിങ്ങൾ എന്തോ ഒരു കഴിവിന്റെ കുറവുണ്ട്, ആ കഴിവ് നിങ്ങളിൽ ഡെവലപ്പ് ചെയ്യാനാണ് ആ സ്ട്രഗിൾ നിങ്ങളിലേക്ക് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ കം ടു ദ ഈ സ്ട്രഗിൾസിനെ നിങ്ങൾക്ക് അവോയ്ഡ് പരമാവധി ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമ്മളുടെ ഈ സ്ട്രഗിൾസ് വരുന്ന സ്ട്രഗിളിനെ നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്. കാരണം നമ്മളുടെ ഉള്ളിൽ ട്രോമാസ് ഉണ്ടാകാം. ആ ട്രോമാസ് ഹീൽ ചെയ്താൽ നമ്മുടെ നെഗറ്റീവ് എനർജി ഹീൽ ചെയ്യപ്പെടും. ഈ നെഗറ്റീവ് എനർജിയാണ് നമുക്ക് സ്ട്രഗിൾസ് അട്രാക്ട് ചെയ്യുന്നത്. ആ സ്ട്രഗിൾ നെഗറ്റീവ് എനർജിയെ ഹീൽ ചെയ്ത് നല്ല ഫീലിങ്സ്, നല്ല ചിന്തകൾ, നല്ല ഫീലിങ്സ് നമ്മൾ കൊടുക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സ്ട്രഗിൾസ് നല്ല രീതിയിലേക്ക് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സ്ട്രഗിൾസിനെ നമ്മൾ എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്ത് കൊണ്ടുവരണം. അതിനെ നമ്മൾ ചേഞ്ച് ചെയ്തേ പറ്റൂ. സ്ട്രഗിൾസിനെ നമ്മൾ ഹീൽ ചെയ്ത് കളയണം. അത് അട്രാക്ട് ചെയ്യുന്ന, അപ്പൊ അതിനാണ് നമ്മളുടെ പ്രോഗ്രാം. 30 days പ്രോഗ്രാം ഒരു ഹീലിംഗ് പ്രോഗ്രാമാണ്, ട്രോമ ഹീലിംഗ് പ്രോഗ്രാം. നമ്മൾ അനുഭവിച്ചിട്ടുള്ള വേദനാജനകമായ അനുഭവങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സിന് ആഘാതമേറ്റിട്ടുണ്ട്. നമ്മുടെ മനസ്സിനുള്ളിൽ എന്താ വെച്ചാൽ ബിലീഫുകൾ ചേഞ്ച് ആയിട്ടുണ്ട്, നമ്മുടെ എനർജി ബ്ലോക്ക് സംഭവിച്ചിട്ടുണ്ട്, ഇമോഷണൽ ബ്ലോക്ക് സംഭവിച്ചിട്ടുണ്ട്, റിലേഷൻഷിപ്പ് ബ്ലോക്ക് സംഭവിച്ചിട്ടുണ്ട്, എഡ്യൂക്കേഷണൽ ബ്ലോക്ക് സംഭവിച്ചിട്ടുണ്ടാകാം, സ്പിരിച്വൽ ബ്ലോക്ക് സംഭവിച്ചിട്ടുണ്ടാകാം, അതേപോലെ ഫൈനാൻഷ്യൽ ബ്ലോക്ക് സംഭവിച്ചിട്ടുണ്ടാകാം. whatever it is, we are going through a lot. അപ്പൊ ഈ സ്ട്രഗിൾസ് നമുക്ക് എന്ത് ചെയ്യണം? ഈ സ്ട്രഗിൾസ് യൂണിവേഴ്സിൽ നിന്ന് പരമാവധി ഒഴിവാകണമെങ്കിൽ നമ്മൾ നമ്മളുടെ ട്രോമാസിനെ ഹീൽ ചെയ്യണം. അതിനാണ് നമ്മുടെ ഹീലിംഗ് വർക്ക്ഷോപ്പിലേക്ക് വരാൻ പറയുന്നത്. അത് ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിലേക്ക് ഹാപ്പി ആയിട്ട് ഫുൾഫിൽഡ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നീട് നമ്മൾ പോകുമ്പോൾ തടസ്സങ്ങൾക്ക് പകരം കൂടുതൽ നല്ല, അപ്പൊ ആ ഒരു മാനിഫെസ്റ്റേഷനിൽ വിശ്വസിക്കണം. അതിൽ നമ്മൾ വിശ്വസിക്കണം. അതിൽ വിശ്വസിച്ചിട്ട് എന്ത് ചെയ്യണം? ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് പോകണം. വി ഹാവ് ടു ക്ലിയർ. മനസ്സിലാവുന്നുണ്ടോ? യു ഹാവ് ടു ഹീൽ ആൻഡ് ക്ലിയർ ആൻഡ് ദെൻ മൂവ് ഫോർവേഡ്. അപ്പൊ അതിലേക്ക് നമുക്ക് സാധിക്കട്ടെ. അതിനാണ് നമ്മളുടെ പ്രോഗ്രാം. പങ്കെടുക്കാൻ താല്പര്യമുള്ളവരെന്താ വെച്ചാൽ, ഈ ഒരു പ്രോഗ്രാം 30 days പ്രോഗ്രാമാണ്. അതിൽ നിങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന 30-ാം തീയതി ആരംഭിക്കാൻ പോകും 10 days ഇന്റൻസീവ് ആയിട്ടുള്ള ട്രോമ ഹീലിംഗ് ക്ലിയർ. ഫസൽ ഹക്ക് പറഞ്ഞു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ച് പറയാം എന്ന് പറഞ്ഞു. അത് ഞാൻ പറയാം, അത് ഇന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല. കാരണം എനിക്ക് ശബ്ദത്തിന് പ്രശ്നമുള്ളത് കൊണ്ട് അത് കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ പറയേണ്ട ഒരു വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസത്തിലെ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ പറയാം. ഓക്കെ, ഇന്ന് നമുക്ക് ഈ വിഷയത്തിൽ എന്ത് ചെയ്യാം? സ്ട്രോങ് ആയിട്ട് നിൽക്കാം, സ്റ്റിക്ക് ചെയ്യാം. അപ്പൊ പറഞ്ഞതുപോലെ 30 days EFT ലൈഫ് മാസ്റ്ററി കോഴ്സ് ഉണ്ട്. അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക? ടെക്സ്റ്റ് മെസ്സേജ് കാണാം, ചാറ്റിൽ വന്നിട്ടുണ്ട്. 8086880777 780 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാം? മെസ്സേജ് അയക്കാം, വിളിക്കാം, പ്രോഗ്രാമിലേക്ക് നിങ്ങൾ വരാൻ ശ്രമിക്കാം. അപ്പൊ പറഞ്ഞു വന്നത്, നമ്മൾക്കുള്ള ബ്ലോക്കുകൾ എന്താണോ ആ ബ്ലോക്കുകൾ ഹീല് ചെയ്താൽ നമ്മുടെ പ്രശ്നങ്ങൾ തീരും, നമ്മുടെ സ്ട്രഗിൾസ് മാറും. നമ്മുടെ ഉള്ളിൽ ഒരു എനർജി ഉണ്ട്. ആ എനർജിയിൽ നെഗറ്റീവായിട്ടുള്ള ഫ്രീക്വൻസി, ലോവർ ഫ്രീക്വൻസി സംഗതികൾ കടന്നുകൂടിയിട്ടുണ്ട്. ഇത് കടന്നുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ നമ്മുടെ അനുഭവങ്ങൾ എന്തായി മാറും? സ്ട്രഗിൾസും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും.
ഈ എനർജിയെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഫ്രീക്വൻസി പോസിറ്റീവ് ആവുകയും സമ്പൽ സമൃദ്ധിയും വളർച്ചയും ഉയർച്ചയും ഒക്കെ അട്രാക്ട് ചെയ്യുന്ന, വിജയം അട്രാക്ട് ചെയ്യുന്ന ഒരു എനർജി ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ആ എനർജി ഫീൽഡ് നമുക്കിപ്പോൾ ഇല്ല. ഇപ്പൊ നമുക്കുള്ളത് സ്ട്രഗിൾസ്, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകൾ, അസുഖങ്ങൾ, കൂടുതൽ വിഷമങ്ങൾ, കൂടുതൽ ദുഃഖങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന, അതിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു എനർജി ഫീൽഡാണ് നമുക്ക് ചുറ്റുമുള്ളത്. കാരണം നമ്മളുടെ ഉള്ളിൽ ഫീൽ ചെയ്യുന്നത് അത്തരത്തിലുള്ള ഇമോഷൻസ് ആണ്. ഈ ഇമോഷൻസ് നമ്മൾ ഫീൽ ചെയ്യാൻ കാരണം നമുക്ക് അത്തരത്തിലുള്ള ഇമോഷൻസിനെ ട്രിഗർ ചെയ്യുന്ന, പെട്ടെന്ന് അത് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ കുറേ നമുക്കുണ്ടായിട്ടുണ്ട്. വേദനകൾ കുറേ ഉണ്ടായിട്ടുണ്ട്. ആ വേദനകൾ, മുറിവുകൾ അതവിടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അതിനെ ഹീൽ ചെയ്യണം. ആ മുറിവുകൾ ഉണങ്ങിക്കഴിഞ്ഞാൽ ഉള്ളിൽ കിടക്കുന്ന മുറിവുകൾ എന്താണ്? ചതിക്കപ്പെട്ടതിൻ്റെ, വഞ്ചിക്കപ്പെട്ടതിൻ്റെ, വേദനിപ്പിക്കപ്പെട്ടതിൻ്റെ, ഒറ്റപ്പെടുത്തിയതിൻ്റെ, വിഷമിപ്പിച്ചതിൻ്റെ, സ്നേഹം കിട്ടാത്തതിൻ്റെ, പരിഹസിക്കപ്പെട്ടതിൻ്റെ, കുറ്റപ്പെടുത്തപ്പെട്ടതിൻ്റെ ഒക്കെ ഉള്ള പരിഗണന കിട്ടാത്തതിൻ്റെ, റെസ്പെക്ട് കിട്ടാത്തതിൻ്റെ, മോശമായിട്ട് ട്രീറ്റ് ചെയ്യപ്പെട്ടതിൻ്റെ, ഗ്യാസ് ലൈറ്റ് ചെയ്യപ്പെട്ടതിൻ്റെ, ബ്ലെയിമിങ് ചെയ്യപ്പെട്ടതിൻ്റെ, ബന്ധങ്ങളിൽ വന്നിട്ട് ചില ആൾക്കാരുടെ കുടുംബ ബന്ധങ്ങളിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയുമായിട്ട് ജീവിച്ച സമയത്ത് നിങ്ങൾക്ക് സ്നേഹം കിട്ടാത്തതിൻ്റെ, എന്നും കുറ്റപ്പെടുത്തൽ മാത്രം കിട്ടിയതിൻ്റെ, അതിലൂടെ നിങ്ങളെ നഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേദനകളും വിഷമങ്ങളും സംഭവങ്ങളും സംഭവിച്ച് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പാടിലൂടെയും പ്രയാസത്തിലൂടെയും കടന്നുപോയി. നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് മുറിവുകളുണ്ട്. ഈ മുറിവുകളാണ് നിങ്ങളുടെ ഇമോഷൻസിനെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഫീലിങ്സിനെ മൊത്തം കൺട്രോൾ ചെയ്യുന്ന ഈ മുറിവുകളാണ്. ഈ മുറിവുകൾ ഉണക്കാൻ, ഈ മുറിവുകൾ അതിൽ നിന്ന് തുടച്ചു നീക്കാൻ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. അത് അവിടെ കിടക്കുക. ആ മുറിവുകളിൽ നിന്നാണ് നമ്മളുടെ നെഗറ്റീവ് എനർജി വരുന്നത്. ആ മുറിവുകൾ ഉണങ്ങണം. അതിൽ നിന്ന് പോസിറ്റീവ് ഫീലിങ്സ് അത് ഉണങ്ങി അതിനെ മുഴുവനായിട്ട് തുടച്ചു നീക്കി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഹീലിംഗ് എന്ന് പറയും. ഈ മുറിവുകളാണ് ട്രോമ. ഈ ട്രോമയുടെ പ്രത്യേകത എന്താ വെച്ചാൽ, ആഘാതം എന്നാണ്. നമുക്ക് എന്ത് സംഭവിക്കുന്നു? നമുക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നു, ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു, പ്രതീക്ഷ നഷ്ടപ്പെടുന്നു, നമുക്ക് നമ്മളെ നഷ്ടപ്പെടുന്നു, നമുക്ക് നമ്മളിലുള്ള സെൽഫ് ഡൗട്ട് വരുന്നു, സംശയം വരുന്നു. നമുക്ക് സെൽഫ് ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല പ്രോപ്പറായിട്ട്. നമ്മൾ തകർന്നു പോകുന്നു. കാരണം ഒരുപാട് അനുഭവിച്ച് അത് ജീവിത പങ്കാളിയിൽ നിന്നാവാം, മാതാപിതാക്കളിൽ നിന്നാവാം, നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഒരു പാർട്ണറിൽ നിന്നാവാം, മോശമായിട്ട് നമ്മളോട് പെരുമാറുന്ന മോശം വ്യക്തിയിൽ നിന്നാവാം. വട്ടവരുടെ നമ്മൾക്ക് എന്ത് ചെയ്യും? നമ്മളെ നഷ്ടപ്പെടുന്നു. അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം. നമുക്ക് സപ്പോർട്ട് കിട്ടാത്തതാവാം, നമ്മൾ മനസ്സിലാക്കാത്തതാവാം, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് പിറകെ പോകാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് നമ്മൾ ഡൗൺ ആക്കിയതാവാം. ആ വേദനകൾ നമ്മൾ ചെറുപ്പം മുതലേ അനുഭവിച്ചതാവാം. അത് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ, അതിനെ അതിനെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ, ആ മുറിവുകളൊക്കെ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഫ്രീ ആയി. പിന്നെ നെഗറ്റീവ് എനർജി വെറുതെ കിടന്ന് അതിൽ നിന്നുണ്ടാവില്ല. ഇപ്പൊ ആ മുറിവുകൾ അവിടെ ഉണങ്ങാതെ കിടക്കുവാണ്. പുതിയ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും വീണ്ടും ആ മുറിവിൽ ചെന്ന് കുത്തുകയാണ്. ഒരു മുറിവുണ്ട്, പച്ചയായ മുറിവാണ്, ഉണങ്ങിയിട്ടില്ല. അതിൽ വീണ്ടും ഒരു സൂചി എടുത്തിട്ട് കുത്തിയാൽ എങ്ങനെ ഉണ്ടാവും? നല്ല പെയിൻ ഉണ്ടാവും. ഇപ്പോൾ വരുന്ന എല്ലാ അനുഭവങ്ങളും നിങ്ങൾക്ക് ആ പെയിനിലാണ്, ആ മുറിവിലാണ് സ്വർണം. അപ്പൊ അതിനെ ഹീൽ ചെയ്യണം. അതിനെ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് പിന്നീട് ആരെങ്കിലും കുത്തുമ്പോൾ മുറിവിലേക്ക് പോവില്ല, നിങ്ങളത് ബാധിക്കില്ല, പെട്ടെന്ന് ദേഷ്യം വരില്ല, ശാന്തത വരും. ഇപ്പം താങ്ങാൻ വയ്യ, ഇനി തകർന്നു പോയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ ചെയ്യാൻ ഞാൻ തയ്യാറാണ്, താല്പര്യമുണ്ട്, ക്ലാസ് കേൾക്കുമ്പോൾ നല്ല മോട്ടിവേഷൻ ഉണ്ട്, റെഡിയാണ്. പക്ഷെ പറ്റുന്നില്ല.
കാരണം എന്താ? മുറിവ് ഉണങ്ങിയിട്ടില്ല. റൂട്ട് കോസ് അതാണ്. വേരുകളിൽ മുറിവുണ്ട്. ആ വേരുകളിൽ മരുന്ന് വെച്ച് പിടിപ്പിക്കണം. ആ മരുന്ന് വെച്ച് പിടിച്ചിട്ട് അതിനെ ഹീല് ചെയ്ത് ഉണക്കി റെഡിയാക്കി അത് കളയണം, ഇല്ലാണ്ടാക്കണം. അതില്ലാണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതിനെ ഹീൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ, അതിന് മനസ്സിൽ നിന്നെല്ലാം പോയി കഴിഞ്ഞാൽ ശുദ്ധമായ മനസ്സ്, അപ്പോഴാണ് നിങ്ങൾ സ്ട്രോങ് ആവുന്നത്, നിങ്ങൾ ബെറ്റർ ആവുന്നത്. ഇപ്പൊ നിങ്ങൾ വീക്കാണ്, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സംശയമാണ്. കാരണം നിങ്ങൾ അനുഭവിച്ച വേദനകളാണ്. നിങ്ങളുടെ ജീവിത പങ്കാളി പറഞ്ഞ വാക്കുകളായിരിക്കാം, കുറ്റപ്പെടുത്തലുകളായിരിക്കാം, ഒറ്റപ്പെടുത്തലായിരിക്കാം, നിങ്ങളുടെ സഹോദരങ്ങൾ പറഞ്ഞതായിരിക്കാം, നിങ്ങളുടെ മാതാപിതാക്കൾ പറഞ്ഞതായിരിക്കാം, നിങ്ങളുടെ കൺട്രോൾ ചെയ്യപ്പെട്ടതായിരിക്കാം. എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. സെൽഫ് ഡൗട്ടാണ്. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, സെൽഫ് ബിലീഫ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ എല്ലാത്തിനും സംശയം, ഞാനൊരു തെറ്റുകാരനാണോ, ഞാനൊന്നിനും കൊള്ളാത്തവനാണോ, ഞാനൊന്നിനും കൊള്ളാത്തവനായി പോയല്ലോ, ഇങ്ങനെയുള്ള ചിന്തയാണ് ഇല്ലേ? പലപ്പോഴും ഞാനാണ് തെറ്റുകാരി, ശരിയാണ്, എൻ്റെ തെറ്റാണ്, എൻ്റെ കുഴപ്പം, ഞാനൊന്നിനും കൊള്ളാത്തവനാണ്, ഞാൻ ധിക്കാരിയാണ്, അവര് പറഞ്ഞ് നമുക്കത് ട്രോമയായി, നമ്മുടെ സെൽഫ് ഇമേജായി അത് മാറി. അതിനെ മുറിവിനെ ഹീൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൽഫ് ഇമേജ് ചേഞ്ച് ആകും. നമ്മളൊക്കെയാണ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ റെഡിയായി വരുന്നുണ്ട്, ഞാൻ ശരിയായി വരും, ഓക്കെ ആയി വരും, എനിക്ക് ഓക്കെയാണ്, ഞാൻ ഹീൽ ചെയ്യപ്പെടുന്നു, സന്തോഷം വരുന്നു, സമാധാനം വരുന്നു, സുഖം വരുന്നു, ആനന്ദം വരുന്നു, ആരോഗ്യം ബെറ്റർ ആവുന്നു, നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചു പിടിക്കുന്നു, നിങ്ങൾ ശക്തമായിട്ട് തിരിച്ചു വരുന്നു. ആ തിരിച്ചു വരവ് നടത്താൻ ആണ് EFT പ്രോഗ്രാം. അതിനാണ് ഞാൻ ഈ പറഞ്ഞ 30 days പ്രോഗ്രാമിലേക്ക് വരൂ, നിങ്ങളെ തിരിച്ചു പിടിക്കൂ, എന്നിട്ട് എന്ത് ചെയ്യും, ലൈഫ് നമുക്ക് ചേഞ്ച് ചെയ്യാം. 10,000 രൂപയാണ് കോഴ്സിന് ഫീ വരുന്നത്. 8,000 റുപ്പീസിന് ഇപ്പോൾ ഡിസ്കൗണ്ട് ഓഫർ ഉണ്ട്, 2,000 റുപ്പീസ് ഡിസ്കൗണ്ട് ഉണ്ട്. 8,000 റുപ്പീസ് ആണ് പ്രോഗ്രാമിന്റെ ഫീ വരുന്നത് ഫൈനലായിട്ട്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, എത്രയും പെട്ടെന്ന് ഈ നമ്പറിൽ വിളിക്കാം, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ അതൊരു തെറാപ്പിയിലൂടെയാണ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഈ മുറിവുകളെ റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ തെറാപ്പിയിലൂടെയാണ്. അത് തെറാപ്പി ഉണ്ട്, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് എന്ന് പറയുന്ന തെറാപ്പിയാണ്. അത് നമ്മളെന്താ വെച്ചാൽ നമ്മളത് ഉപയോഗിച്ചിട്ട് നമ്മളുടെ ഉള്ളിലുള്ള ഒരു ഏകദേശം 10-20ഓളം എനർജി പോയിന്റ്സുകളുണ്ട്. ഈ എനർജി പോയിന്റ്സുകളിൽ ടാപ്പ് ചെയ്തുകൊണ്ട്, അതായത് അക്യൂ പ്രഷർ പോയിന്റ്സ് എന്ന് പറയും, അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഓപ്പൺ ആവുകയും ആ ഓപ്പൺ ആവുന്ന സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് നമ്മളുടെ ഉള്ളിലുള്ള നമുക്കുണ്ടായിട്ടുള്ള ട്രോമാറ്റിക് ഇൻസിഡന്റിൽ നിന്ന് അതിലുള്ള മുറിവുകൾ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്ന് അത് ഓർമ്മിപ്പിച്ചെടുത്ത് വീണ്ടും അവയർനെസ്സിലേക്ക് കൊണ്ടുവന്ന് ആ അനുഭവത്തിലേക്ക് തിരിച്ചുപോയി അതിനെ ഹീല് ചെയ്ത് അതിൻ്റെ മെമ്മറിയെ എഡിറ്റ് ചെയ്ത് അത് പൂർണ്ണമായിട്ടും റിമൂവ് ചെയ്ത് അവിടെ പുതിയൊരു മെമ്മറി ക്രിയേറ്റ് ചെയ്യുന്ന, നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ഒരു സന്തോഷമുള്ള സമാധാനമുള്ള ഒരു ഹീലിംഗ് നടക്കുന്ന ഒരു സംഗതിയാണ്. പിന്നീട് നിങ്ങൾ ആ ഒരു വിഷമത്തെക്കുറിച്ച് ചിന്തിച്ചാൽ, ഫീല് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല, അനുഭവപ്പെടില്ല. 3000ഓളം ട്രോമാറ്റിക് പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അതിനെ ഓരോന്നിനെയും ഹീല് ചെയ്യണം. നമ്മുടെ പ്രോഗ്രാമിൽ വരിക, എന്നിട്ട് ഹീൽ ചെയ്യാൻ പഠിക്കുക, എന്നിട്ട് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുക. ദാറ്റ്സ് വാട്ട് യു ഷുഡ് ഡു. ഓക്കെ, സുശീല റഫീഖ് റിപ്ലൈ തരുമെന്ന് പറഞ്ഞു. എന്താണ് ഡൗട്ട്? എന്താണ്? ഓക്കെ, ഹീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ക്ലാസ് പ്രാക്ടീസ് മാത്രമാണോ? ഒരിക്കൽ EFT ചെയ്തതാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഗോളിൽ ചെയ്യും. മറ്റൊരു ഗ്രൂപ്പിന്റെ EFT ചെയ്തിട്ടുണ്ട്. ആക്ച്വലി സുശീല റഫീഖ്, നമ്മളുടെ ഹീലിംഗ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. നമുക്ക് പേഴ്സണലായിട്ട് ഒരാൾ നിങ്ങൾക്ക് അസൈൻ ചെയ്തു തരും, ഒരു ഹീലർ അസൈൻ ചെയ്തു തരും. ഗ്രൂപ്പ് ഹീലിംഗ് ഉണ്ടാകും, പേഴ്സണൽ ഹീലിംഗ് ഉണ്ടാകും, നമ്മുടെ എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും ഉണ്ടാകും. ഗോളിൽ നിങ്ങളെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ നൽകും. നമ്മുടെ ഫാമിലിയിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് സപ്പോർട്ടാണ്. ഓൾറെഡി പങ്കെടുത്തുള്ള ആൾക്കാർക്ക് അറിയാം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, സെലീന ഒന്ന് പറയാവോ, സെലീനയുടെ എക്സ്പീരിയൻസ് എന്താണ്? സെലീന നമ്മളെ കോഴ്സിൽ പങ്കെടുത്ത ഒരാളാണ്, ഹീലിംഗ് നടക്കുന്നുണ്ട് അല്ലെ? അതിന് പുറമെ അടുത്തുള്ള എന്നോട് ഹെൽപ്പ് ചോദിച്ചു, ഹെൽപ്പും കൊടുത്തു. ഇനിയും അവർ ഹെൽപ്പ് ചോദിക്കും, അവർക്ക് വീണ്ടും ഹെൽപ്പ് കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. അതേപോലെ തന്നെയാണ് നിങ്ങൾ. സെലീനയുടെ ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഇന്നലെ എന്നോട് സംസാരിച്ചത്. ഒന്ന് എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ സെലീന, കോഴ്സിലേക്ക് വന്നിട്ട്? സെലീന ഇതേപോലെ വേറൊരു ഗ്രൂപ്പിന്റെ EFT ചെയ്ത ആളാണ്.
എന്നിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വന്നത്. എസോർണോ ഒന്ന് പറയൂ. യെസ്. ഞാന് വേറെ കുറെ ആൾക്കാരുടെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ സബ് കോൺഷ്യസിൽ ട്രോമ ഹീലിംഗ് എനിക്ക് എവിടെയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ മുറിവുകളുടെ മുകളിലായിരുന്നു ഞാൻ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്, ഓരോ ആക്ഷൻ ഇടുന്നത്. പക്ഷെ എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സെയിം ട്രോമ എന്നെ ഹേർട്ട് ചെയ്തിട്ട് വീണ്ടും ഞാൻ താഴെ ഡൗൺ ആവുന്ന അവസ്ഥയിലാണ്. അങ്ങനത്തെ ഒരു വലിയ ഒരു പ്രതിസന്ധിയിലാണ് ഞാൻ EFT ജോയിൻ ചെയ്തത് സാറിന്റെ. അപ്പൊ അത് തീർച്ചയായിട്ടും 1-to-1 സെഷൻ ആയതുകൊണ്ട് നമ്മളെ എല്ലാ പ്രോബ്ലംസും നമ്മുടെ തെറാപ്പിസ്റ്റുമാര് മാമുമാര് ചോദിച്ചു മനസ്സിലാക്കി നമുക്ക് മണിക്കൂറുകളോളം നീണ്ട ഒരു ഹീലിംഗ്. ഇനിയിപ്പോ ഞാൻ തന്നെ ഇപ്പം മിനിമം ഒരു 20 മണിക്കൂറിന്റെ മുകളിൽ ഇവരുടെ അടുത്തുനിന്ന് തെറാപ്പി എടുത്തിട്ടുണ്ട്. എന്നിട്ട് പോരാത്തതിന് ഇന്നലെ സാറിന്റെ സെഷൻ എടുത്തിട്ടുണ്ട്. ഇന്നലെ സാറിന്റെ സെഷൻ കാരണം ഉറങ്ങാൻ പറ്റിയിട്ടില്ലെന്ന്. എനിക്കാകെ ഞാനാകെ വിഷ്വലൈസേഷനിൽ ഇങ്ങനെ നടക്കായിരുന്നു ഇന്നലെ ത്രൂ ഔട്ട്. ഞാനത് സാറിനോട് പറയണം വിചാരിച്ചതാ. അപ്പം എന്താ പറയാ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജേർണിയാണ്. അത് നമ്മൾ റെസ്റ്റ് ചെയ്യൊന്നുമില്ല, നമുക്ക് അങ്ങനെ ഈസി ആയിട്ട് ഇരിക്കാനൊന്നും പറ്റൂല. സാറ് സ്ട്രോങ് ആയിട്ട് തന്നെ നമുക്ക് പറഞ്ഞു തരും, അത് ചെയ്തേ മതിയാവും. ആ പണിയെടുത്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ടും എനർജി ഷിഫ്റ്റിംഗ് ഒക്കെ മനസ്സിലായി അത് അനുഭവിക്കാൻ പറ്റും. എനിക്ക് വളരെ പെട്ടെന്നാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഒരു ജോബ് പോയി, അടുത്ത ജോബ് വന്നു, അതിന്റെ കൂടെ 4-5 ഓഫർ വന്നു. അതിനിപ്പോ ഒരു കൺഫ്യൂഷനായി, പിന്നെ ഒരു ക്ലാരിറ്റി വന്നു. ഇങ്ങനെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്നത്. അത് നമ്മൾ ആ റൂട്ട് തന്നെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നോണ്ടാ. അതല്ല ഇതൊന്നും നടക്കൂല എന്ന് ഒഴിവാക്കി പോയാൽ അവിടെ കിടക്കും, വേറൊന്നും സംഭവിക്കൂല. സെലീന ഓൾറെഡി ഇതിന് മുൻപ് വേറൊരു പ്ലാറ്റ്ഫോമിൽ പോയിരുന്നല്ലോ അല്ലെ? യെസ്. അവിടുന്ന് ആ ഒരു എന്താ പറയാ, അതിൽ നിന്ന് എത്രത്തോളം വ്യത്യാസമാണ് നമ്മുടെ പ്രോഗ്രാം? അതിൽ 100% വ്യത്യാസമുണ്ട്. അവരെ കുറ്റം പറയുന്നല്ല, അവരുടെ പ്രോഗ്രാമിന്റെ ഒരു കൺസ്ട്രക്ഷൻ ആ രീതിയാണ്. അവര് നമുക്ക് ഉള്ളിലുള്ളത് എടുത്ത് കളയുന്നില്ല. ടോപ്പ് ഓഫ് ദ ലെവലിൽ നമ്മൾ എവിടെ നെറ്റിൽ നോക്കിയാലും ബുക്കിലൊക്കെ നോക്കിയാലും ഒക്കെ ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ഇതാണ് ഈ വിഷ്വലൈസേഷൻ, ഇതാണ് ഗ്രാറ്റിറ്റ്യൂഡ്, ഇതാണ്. പക്ഷെ അത് ഒരു വ്യക്തിക്ക് അത് എങ്ങനെയൊക്കെ അത് പ്രാക്ടിക്കൽ ആക്കണം, നമ്മൾക്ക് എവിടെയൊക്കെ തിരുത്ത് വേണം, ആ സാധനം, ആ വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ ആ നിയമങ്ങൾ നമ്മളിലോട്ട് വരണമെങ്കിൽ നമ്മളുടെ ഉള്ളിൽ എവിടൊക്കെ ചേഞ്ച് വേണം, എന്തൊക്കെ മാറ്റങ്ങൾ വേണം എന്നുള്ളത് എനിക്ക് കിട്ടിയിട്ടുള്ളത് സാറിന്റെ പ്രോഗ്രാമിലാണ്. ഞാൻ അതായിരുന്നു അന്വേഷിച്ച് നടന്നത്. ഇന്നലെ നമ്മളുടെ സെഷൻ ഗോളിലേക്ക് എത്ര കണ്ട്, എന്താണ് ഇന്നലത്തെ സെഷനിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ടേക്ക് അവേ? ഇന്നലത്തെ സെഷനിലുള്ള പ്രധാനപ്പെട്ട ടേക്ക് ഓവർ എന്ന് പറഞ്ഞാല്, ഗോള് ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി അത് ഫിക്സ് ചെയ്തു, നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പതുക്കെ ഒരു ആഫ്റ്റർ ഒരു 6 അല്ലെങ്കിൽ 3 മന്ത് ഓൺവേർഡ്സ് അതിനുള്ള പണി തുടങ്ങും. നമ്മള് ഒരു 1 ഇയർ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്തിരിക്കും, അത് ഉറപ്പാ. അത് അത്രയും ടൈം വേണമെന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തല്ലോ. ഒത്തിരി കുറച്ച് സപ്പോർട്ടുകൾ വേണമെന്നുണ്ട്. അപ്പൊ അതിന് എന്തായാലും എനിക്ക് ഓഫർ കാര്യങ്ങൾ ഓൾമോസ്റ്റ് ഓഫർ എത്തി എന്നുള്ള രീതിയിൽ എനിക്ക് വീണ്ടും കോൾ വന്നിട്ടുണ്ട്. അത് ഞാൻ സാറിനോടൊന്നും പറഞ്ഞിട്ടില്ല, അവർ ഓഫർ ലെറ്റർ അങ്ങോട്ട് തരട്ടെ വിചാരിച്ചിട്ടാണ്. അപ്പൊ അതിലൂടെ ഒരു തിരിച്ചുവരവും, അതിലൂടെ ആ ഒരു ഇൻഡസ്ട്രി തന്നെ അറിയപ്പെടും. അതുപോലെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത പ്ലാറ്റ്ഫോം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് അറ്റ് ദ ഇയറിൽ ഞാൻ അവർക്ക് 1 ഇയറിന്റെ ബോണ്ട് മാത്രം കൊടുത്തത് അതിനുവേണ്ടി മാത്രമാണ്. ആഫ്റ്റർ 1 ഇയർ എനിക്ക് എന്റെ ഇതിലോട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആവണം. അതിന്റെ ഒരു ജേർണിയാണ് ഈ ഒരു 3 മന്ത് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോഴാണ് എനിക്ക് ഉറങ്ങാൻ പറ്റിയത്. വെരി ഗുഡ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നലെ ആകെ മറിച്ചത്. അതെ. ഓ, വല്ലാത്ത അവസ്ഥ. പിന്നെ സാർ തന്നെ എന്നോട് പറഞ്ഞിരുന്നു, അന്ന് സാറിന് ഉറങ്ങാൻ പറ്റിയില്ല, പേടി വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ ഉള്ളിൽ നടക്കുന്നത് കൊണ്ടാണ് ഈ വക കാര്യങ്ങള് എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായി. നമ്മളുടെ ഉള്ളിൽ മാറ്റത്തിന്റെ തുടക്കമാണ്. അതായത് നമ്മൾ ഇതുവരെ വിശ്വസിച്ചു വെച്ചിരിക്കും. സെലീന ഇന്നലെ വരുമ്പോൾ സെലീനയുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു ബിലീഫ് ഉണ്ട്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യം, ഒരു ഇമേജ്, മൈൻഡ് സെറ്റ്. ആ മൈൻഡ് സെറ്റ് മൊത്തം അങ്ങോട്ട് ഇടിച്ച് തകർത്തിട്ട് പുതിയൊരു മൈൻഡ് സെറ്റ് അങ്ങോട്ട് കൊടുക്കുകയാണ്. ആ ഒരു മൈൻഡ് സെറ്റ് ആണെന്ന് വെച്ചാൽ സെലീനയ്ക്ക് പ്രോസസ് ചെയ്യാൻ കഴിയില്ല, കുറച്ച് പേടിയുണ്ടാവും, ഉറങ്ങാൻ കഴിയില്ല, എന്താ ചെയ്യുക, അങ്ങനെ കുറേ. പക്ഷെ അത് രാത്രി ഒരു 24 മണിക്കൂർ ആകുമ്പോൾ കഴിക്കും, എന്താകും, ഒന്ന് തണുക്കും, ഒന്ന് ക്ലീൻ ആവും, കലങ്ങിയ വെള്ളം പോലെ ആവും.
പിന്നെ അതിങ്ങനെ ഉം. തെളിയാൻ തുടങ്ങും, ക്ലാരിറ്റി വരും. ആ ക്ലാരിറ്റിയാണ് ഇന്നലെ രാത്രിയോട് കൂടിയിട്ട് സെലീന മനസ്സിലാക്കിയത്. ഓക്കെ, അത് കാരണം കിട്ടി. സെലീന എനിക്ക് ഇത് ഞാൻ ഇനി എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റൂ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചിട്ട് കാര്യമില്ല എന്ന ഒരു ലെവലിലേക്ക് എത്തിയിട്ട് അവസാനം എന്ത് ചെയ്യണം, ഓക്കെ അപ്പൊ ഒരു 1 year കൊണ്ട് ഒരു പ്ലാനായി കാര്യങ്ങളായി. സോ നൗ ഐ ആം ഹാപ്പി ആസ് എ അത് കോച്ച്. 1 yearൽ നമ്മൾ എസ്റ്റാബ്ലിഷ്ഡ് ആവും, നമ്മള് എല്ലാവരും എസ്റ്റാബ്ലിഷ്ഡ് ആവും. അത് എന്നിലൂടെ അത് പല രീതിയിൽ അത് എനിക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും സർ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ സോ ഈ അതിന്റെ ഒരു ക്ലാരിറ്റി കാര്യങ്ങളാണ്. ഉണ്ടായിരുന്നില്ല. ഇതാണ് ഞാൻ പറയുന്നത് ജസീല റഫീഖ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇങ്ങനെ ക്ലാരിറ്റി ഇല്ലാതെ സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ സപ്പോർട്ട് അത്രയാണ്. നിങ്ങളുടെ പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ നൽകുന്ന, നമ്മുടെ പേഴ്സണൽ മെന്റേഴ്സ് നൽകുന്ന സംഗതികൾ ഉണ്ടാകും, ഗ്രൂപ്പ് ഹീലിംഗ് ഉണ്ടാകും. ഇതിനൊക്കെ പുറമെ 1 to 1 എന്റെ കൂടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്, അതും നമ്മൾ റെഡിയാക്കി തരും. ദ തിങ് ഈസ്, നിങ്ങൾ ദാഹിക്കുന്നവരായിരിക്കണം. എന്റെ ലൈഫ് ചേഞ്ച് ചെയ്യണം സർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, നമ്മളെ പുറകെ കൂടണം. അങ്ങനെ കൂടെ എന്ത് ചെയ്യാറാണെങ്കിൽ വി ആർ ഹാപ്പി ടു ഹെൽപ്പ്. മനസ്സിലാവുന്നുണ്ടോ? വിടരുത്, പിന്തുടരണം. വർക്ക് ചെയ്യണം, വർക്ക് ചെയ്യണം, വർക്ക് ചെയ്യണം, വർക്ക് ചെയ്യണം, വർക്ക് ചെയ്യണം, വർക്ക് ചെയ്യണം, റെഡിയാവും. അതിന് മുൻപ് നമ്മുടെ പ്രോഗ്രാമിൽ വന്നിട്ട് പല ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ റിയ എന്ന് പറഞ്ഞിട്ടുള്ള പെൺകുട്ടി ഉണ്ടായിരുന്നു നമ്മുടെ ഇസ്രായേലിൽ നിന്നുള്ള റിയ. നമ്മൾ ഇതേപോലെ പ്രോഗ്രാമിലേക്ക് വന്നതാണ്. നല്ല സ്ട്രഗിളിങ്ങിലായിരുന്നു. പ്രോഗ്രാമിലേക്ക് വന്നിട്ട് നമ്മുടെ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്നു, ആത്മഹത്യക്ക് വരെ ഒരു ശ്രമിച്ചുകൊണ്ടിരുന്ന സിറ്റുവേഷനിലായിരുന്നു ഉണ്ടായിരുന്നു. വന്നു, എന്നിട്ട് എന്താ വെച്ചാൽ ലൈഫ് ചേഞ്ച് ചെയ്തു, തിരിച്ചു പിടിച്ചു, ബോൾഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റി, സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകും പല രീതിയിൽ. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ സിറ്റുവേഷൻസ് എന്തായിക്കോട്ടെ, ഇപ്പോഴത്തെ സാഹചര്യം എനിക്ക് ഗോൾ അച്ചീവ് ചെയ്യാൻ ഓക്കെയാണ്, എവിടെയോ എന്തൊക്കെയോ ബ്ലോക്ക്, ആ ബ്ലോക്കാണ് നമുക്ക് റിമൂവ് ചെയ്യുന്നത്. അത് എനർജി ബ്ലോക്കാണ്. ആ ബ്ലോക്കൊക്കെ നിങ്ങൾക്ക് പോകും. പിന്നെ നിങ്ങളുടെ ഉള്ളിൽ വരുമെന്ന് വെച്ചാൽ എല്ലാം നടക്കുന്നുണ്ടല്ലോ, എല്ലാം റെഡിയാണല്ലോ, എല്ലാം റെഡിയാണല്ലോ, അത് റെഡിയാണല്ലോ, ഇത് റെഡിയാണല്ലോ, അവസരങ്ങൾ ഇങ്ങനെ വരാൻ. അത് നിങ്ങളുടെ എനർജി ചേഞ്ച് ചെയ്യും. സെലീനയുടെ എനർജി ഇങ്ങനെയായിരുന്നു അധിക സമയം. അതിൽ നിന്ന് നമ്മൾ എന്തായി, ഇങ്ങനെയാക്കി. മനസ്സിലാകുന്നുണ്ട്? ഇനി എനിക്ക് പറ്റുമെന്നില്ല. അതായത് എനിക്ക് പോസിബിൾ ആണ്. പ്രതീക്ഷ ഇല്ലാത്തടത്തേക്ക് പ്രതീക്ഷ എത്തിച്ചു കൊടുക്കുന്നതാണ് നമ്മുടെ പ്രോഗ്രാം. അതേപോലെ തന്നെ വേദനകളിൽ നിന്ന് മനുഷ്യന്മാരെ മോചിപ്പിക്കുക. അത് അസുഖങ്ങളാവാം, സങ്കടങ്ങളാവാം, പ്രയാസങ്ങളാവാം, ട്രോമയിൽ നിന്ന് മനുഷ്യന്മാരെ മോചിപ്പിച്ച്, ആ വേദനയിൽ നിന്ന് മോചിപ്പിച്ചതിന് ശേഷം അവർക്കൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവർ ആ ക്ലാരിറ്റിയിൽ മുന്നോട്ട് പോകും. അതിനുള്ള എല്ലാ സ്ട്രെങ്ത്തും സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഉദ്ദേശം. ആ പ്രോഗ്രാമിലേക്ക് എന്തായാലും വരിക. വിടാൻ ഉദ്ദേശമില്ല, മൊത്തം ചേഞ്ച് ആവണം. കൂടെ പിടിച്ചോളൂ, നമ്മളെ പിടിക്കുക, വിടണ്ട, അങ്ങ് പിടിക്കുക. സർ, മനസ്സിലാവുന്നുണ്ടോ? അത്രേ ഉള്ളൂ. സർ ഇന്നലെ നമുക്കൊരു രാജീവ് സർ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വന്നിട്ടുണ്ട്. സാർ മെഡിറ്റേഷൻ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. രാജീവ്. അപ്പം ഞാൻ ഇന്നലെ സാറുമായിട്ട് കുറച്ച് സമയം സംസാരിച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒത്തിരി ചെറിയൊരു വിഷമഘട്ടങ്ങളിലൂടെ ഇപ്പൊ കടന്നു പോകുന്നത്. സാറിന് ഒത്തിരി മാറ്റം വരണമെന്നുണ്ട്. സാറിന് ഒത്തിരി ഒരു മാനസികമായിട്ടുള്ള വിഷമങ്ങളൊക്കെയാണ് ഇപ്പോൾ റിഫ്ലക്ട് ചെയ്യുന്നത് ചുറ്റുപാടിലൊക്കെ. അപ്പൊ ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞത് നമ്മുടെ EFT പ്രോഗ്രാം ചെയ്യാന്നുള്ളത്, അത് ഞാൻ തന്നെ ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ രാജീവ് സാറിന് ഷാഫി സാറായിട്ട് ഒന്ന് ഇന്ററാക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുള്ള ഒരു സ്പേസ് നമുക്ക് കൊടുക്കാം. രാജീവ് സാർ, ആർ യു ദേർ? തീർച്ചയായിട്ടും സംസാരിക്കാവുന്നതാണ്. അദ്ദേഹം ഇവിടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അദ്ദേഹം ഇവിടെ ഉണ്ട്. മോർണിംഗ് മെഡിറ്റേഷൻ ഒക്കെ സാറിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്തതാ, കോൾ ചെയ്തിട്ടൊക്കെ. എന്ത് ചെയ്യാം, അദ്ദേഹം ഉണ്ടെങ്കിൽ സംസാരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ 1 to 1 സംസാരിക്കാം കേട്ടോ. ഓക്കെ. എനിവേ ഒരു ടൈം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ നമ്മുടെ ടീം മെമ്പേഴ്സിനോട് ചോദിച്ചിട്ടേ അലോക്കേറ്റ് ചെയ്താൽ മതി. അപ്പോൾ പറഞ്ഞതുപോലെ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് 30-ാം തീയതിയാണ്. ഗ്രാബ് ദിസ് ഓപ്പർച്യൂണിറ്റി. പങ്കെടുത്ത ആൾക്കാരുടെ ഫീഡ്ബാക്സുകൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഇനി ലൈഫിൽ വലിയൊരു ചേഞ്ച് കൊണ്ടുവരാൻ, നിങ്ങളുടെ എനർജി ചേഞ്ച് ചെയ്യാൻ, ട്രോമാസ് ഹീൽ ചെയ്യാൻ, ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ സെറ്റ് ചെയ്യാൻ പ്രോഗ്രാമിലേക്ക് വരിക. ആൻഡ് ദെൻ ലെറ്റ്സ് ചേഞ്ച് യുവർ ലൈഫ് ആൻഡ് ലെറ്റ്സ് ക്രിയേറ്റ് എ ബ്യൂട്ടിഫുൾ ഫ്യൂച്ചർ. താങ്ക് യു. See you tomorrow. See you tomorrow. Thank you. Sir. Thank you. Thank you, Ashrafka. Thank you so much. Today's topic was amazing. Abundance, financial freedom. Thank you. Thank you so much. Thank you. Thank you, everyone.